അപ്പോൾ നമ്മുടെ തവനൂർ നിയുക്ത MLA VS ജോയി നമുക്കൊപ്പമുണ്ട്. റോഷി പാലിനോടൊപ്പമാണ്. റോഷി, ഗുഡ് മോർണിംഗ് റോഷി. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവിധ ആശംസകളും നേർന്നോളൂ നമ്മുടെ പ്രിയപ്പെട്ട VS ജോയിക്ക്. സെക്രട്ടേറിയറ്റ് പുറത്ത് സമരം ചെയ്ത് ശീലമല്ലേ ഉള്ളൂ. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉള്ളിലേക്ക് ആരും ചോദിക്കാതെ MLA ആയിട്ട് VS ജോയി വരികയാണ്. അരുൺകുമാർ അങ്ങനെയാണ്. ആദ്യം അരുൺകുമാറിന്റെ ആശംസകൾ VS ജോയിക്ക്. തവന്നൂരിലെ MLA മാത്രമല്ല, മുൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ VS ജോയിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും. കാരണം നിരവധി തവണ നിയമസഭയുടെ മുന്നിൽ തല്ല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോലീസ് മർദ്ദനം നിയമസഭയുടെ മുന്നിൽ ഏറ്റുവാങ്ങിയ VS ജോയി ഒടുവിൽ നിയമസഭയുടെ അകത്തളത്തിലേക്ക് നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ എത്തുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീൽ? വലിയ സന്തോഷമുള്ള അഭിമാനമുള്ളൊരു നിമിഷമാണ്. സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉൾപ്പെടെ. ഇന്ന് കുറേ ആളുകളുണ്ട്. ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലും നിയമസഭയുടെ മുമ്പിലൊക്കെ നയിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അടി വാങ്ങിയിട്ടുണ്ട്, ജലപീരങ്കി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മർദ്ദനമേറ്റ് അങ്ങനെ ഒരുപാട് സമരം നയിച്ച് ഇന്നിപ്പോൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, വിദ്യാർത്ഥി യുവജന നേതാക്കൾക്ക്, വനിതാ നേതാക്കൾക്കൊക്കെ വലിയ അവസരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നിയമസഭയിലേക്ക് സമരം ചെയ്ത സഭയിലേക്ക് ജനപ്രതിനിധിയായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു അംഗമായി കടന്നു വരിക എന്നുള്ളത് വലിയ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. ജോയി സഭ സത്യപ്രതിജ്ഞ ചെയ്താൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവും. അപ്പോൾ നിയമസഭ അതിനകത്ത് എന്തൊക്കെ വിഷയങ്ങൾ ആദ്യം ഉന്നയിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ? എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കും? നമ്മുടെ ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളോടാണ് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ തീർച്ചയായും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ തവനൂരാണ്. തവനൂരിലെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളും വിഷമങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കൊടും വേനലാണ്, കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ഒരുപാട് നീറുന്ന വിഷമങ്ങളുണ്ട്. തവനൂരിലെ ജനങ്ങളാണ് ഈ ഒരു അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ അവസാനത്തെയും കമ്മിറ്റ്മെൻറ്റ് തവനൂരിലെ ജനങ്ങളോടാണ്. തീർച്ചയായും തവനൂരിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി, നിയമനിർമ്മാണമാണല്ലോ, ലോ മേക്കിംഗ് ആണല്ലോ, അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഫലപ്രദമായി ഇടപെടുന്ന നല്ല ഒരു നിയമസഭ സാമാജികനാകണം എന്ന ആഗ്രഹമുണ്ട്. അത് കുറച്ചുകൂടി സമയമുണ്ടല്ലോ. ഇപ്പോൾ അടിയന്തരമായി തവനൂരിലെ ജനങ്ങളുടെ വികാരങ്ങൾ, വിഷമങ്ങൾ അത് സഭയിൽ പ്രകടിപ്പിച്ചതിന് പരിഹാരം കണ്ടെത്തുക, അവരോടാണ് എനിക്ക് കമ്മിറ്റ്മെൻറ്റ്. മാത്രമല്ല VS ജോയി അവിടെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ അവിടെ മലപ്പുറത്തിൻ്റെ മൊത്തം ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF പ്രവർത്തകരുടെ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇനി MLA പദവിയിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. തീർച്ചയായും മലപ്പുറം ജില്ല കഴിഞ്ഞ 10 വർഷമായി വികസന രംഗത്ത് വലിയ അവഗണന ഏറ്റുമായിട്ടുണ്ട്. UDFൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായതുകൊണ്ട് ജനസംഖ്യാനുപാതികമായി മലപ്പുറം ജില്ലയ്ക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും വികസനങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയാണ്. +1 വിഷയത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് സമരങ്ങൾക്ക് നയിച്ചവരാണ്. തീർച്ചയായും ജില്ലയുടെ അടിസ്ഥാനപരമായ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ജോയിക്കൊരു പ്രത്യേകതയുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗം ഏറ്റവും കുറച്ചു മാത്രം വോട്ട് ചെയ്ത ഒരു മണ്ഡലത്തിൽ, മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ വിജയിച്ചു വന്ന VS ജോയി കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള സെക്യുലർ MLA-മാരിൽ മുൻപിൽ നിൽക്കുന്ന MLA ആണ്. അതിന് വക പ്രത്യേക അഭിനന്ദനം കൂടി ഒന്ന് അദ്ദേഹത്തിനോട് നേർന്നോളൂ. എന്തായാലും ഉഷാറാവട്ടെ VS ജോയിയുടെ ഇനിയുള്ള കാലം. അത് ഇനിയുള്ള സമരത്തിൻ്റെ കാലത്തിനും അപ്പുറത്തേക്കും ഭരണത്തിൻ്റെ കാലമാണ്. സർക്കാരിനെ സംരക്ഷിക്കലാണെങ്കിലും ജനപക്ഷത്ത് നിന്ന് VS ജോയിയും നമ്മുടെ അബിൻ വർക്കിയും സനോജും ഒക്കെയുള്ള പുതുതലമുറ ഉയർന്നു വരുന്നു. കേരള രാഷ്ട്രീയം ഇനി ഇവരുടേത് കൂടിയാണ്. നമ്മളൊരു കാലത്ത് AK ആൻ്റണി, വയലാർ രവി എന്നൊക്കെ പറഞ്ഞിരുന്നത് പോലെ അബിൻ വർക്കി, VS ജോയ്, ഇവരൊക്കെ OJ ജനീഷ്, ഇവരൊക്കെ പുതിയ തലമുറയിലെ, അതേപോലെ റോജി M ജോൺ, ചണ്ടി ഉമ്മൻ, ഇവരൊക്കെ നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹങ്ങളാവട്ടെ എന്നുള്ളതാണ്. പ്രതിപക്ഷത്ത് നിന്ന് സനോജ് അടക്കമുള്ളവരെത്തുന്നുണ്ട്. അതും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. അതും